എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അംബികാനന്ദൻ, തൃശ്ശൂർ. ഇന്നത്തെ വിഷയം ആചാരവും വിശ്വാസങ്ങളും കുറിച്ചാണ്. ആചാരം എന്ന് പറയുന്നത് ഒരു ക്ഷേത്രം പണിത് ഒരു പ്രതിഷ്ഠ ചെയ്ത് കഴിയുമ്പോൾ അവിടെ തീർച്ചപ്പെടും അവിടുത്തെ ദേവൻ, എന്ത് ദേവൻ അല്ലെങ്കിൽ ഏത് ദേവത, അവിടെ ചെയ്യേണ്ട പൂജ, അവിടെ ചെയ്യേണ്ട ഉത്സവങ്ങൾ, അവിടെ ചെയ്യേണ്ട ആചാരങ്ങൾ, ഇതെല്ലാം അവിടെ വെച്ച് തന്നെ അപ്പോൾ അത് നിശ്ചയിക്കപ്പെടും. അത് കുറിച്ച് വയ്ക്കും. ഇത്ര നേരത്തെ പൂജ, ഇന്നെന്ന നിവേദ്യങ്ങൾ എന്നെല്ലാം അവിടെ ചിട്ടപ്പെടുത്തി കഴിയും. പിന്നെ അത് മാറ്റാൻ ആർക്കും അനുവാദമില്ല. മനസ്സിലാവുന്നുണ്ടോ? ആചാരങ്ങൾ, പുതിയ പുതിയ ആചാരങ്ങൾ ഉണ്ടാക്കാനും പുതിയ പുതിയ പഴയ ആചാരങ്ങൾ ഇല്ലായ്മ ചെയ്യാനും ആർക്കും അവിടെ അനുവാദമില്ല. അങ്ങനെ മറിച്ച് ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് വെറും ബോധമില്ലായ്മ മാത്രമാണ്. അങ്ങനെ എവിടെയെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അത് ബോധമില്ലാത്തത് കൊണ്ടാണ്. ചിലവർ പ്രതിഷ്ഠ കഴിഞ്ഞ് പ്രശ്നം വയ്ക്കുമ്പോൾ ആ ദേവിയല്ല ഈ ദേവനാണ്, അങ്ങനെയൊക്കെ വരുമ്പോൾ അത് മാറ്റുമ്പോൾ അതൊക്കെയാണ് ആചാരലംഘനങ്ങളായി വരുന്നത്. നമ്മൾ ഏത് മൂർത്തിയാണോ പ്രതിഷ്ഠിച്ചത് ആ മൂർത്തിയെ തന്നെ നമ്മൾ ആരാധിച്ചു കൊണ്ടിരിക്കണം. കുറേ കഴിയുമ്പോൾ അത് മാറ്റാനും മറയ്ക്കാനും ആചാരങ്ങളെ വ്യത്യാസം വരുത്താനും ഒന്നും നമുക്കാർക്കും അർഹതയില്ല. അന്ന് ഭഗവാൻ കൽപ്പിച്ചു തന്നത് ആ പ്രതിഷ്ഠകർമ്മം ചെയ്യുന്ന ആ ദേവതയുടെ പിതാവ് സ്ഥാനം വഹിക്കുന്ന ആൾ നമുക്ക് ഉപദേശിച്ചു തന്നിട്ടുണ്ട്. ആ ഉപദേശങ്ങളുമായിട്ടാണ് നമ്മൾ പിന്നീട് തലമുറകളായി മുന്നോട്ട് പോകേണ്ടത്. അത് കുടുംബക്ഷേത്രങ്ങളായാലും അതേപോലെ തന്നെ മറ്റുള്ള ഗ്രാമക്ഷേത്രങ്ങളായാലും ലോകക്ഷേത്രങ്ങളായാലും ഒക്കെ അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത്. അല്ലാതെ നമ്മുടെ സൗകര്യം അനുസരിച്ച് കൂട്ടാനും കുറയ്ക്കാനും മാറ്റാനും മറയ്ക്കാനൊന്നും ആർക്കും അനുവാദമില്ല. അങ്ങനെ എവിടെയെങ്കിലും ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് വെറും ബുദ്ധിക്കുറവാണ്. ബുദ്ധിയിൽ മന്ദത ബാധിച്ചിട്ടാണ് അതൊക്കെ ചെയ്യുന്നത്. പിന്നെ വിശ്വാസത്തിൽ ഭക്തർ എന്തും ചെയ്യുന്നുണ്ട്. അതിപ്പോൾ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ചെയ്യുകയാണ്. ആ വ്യക്തി ചെയ്യുമ്പോൾ ഞാൻ പുറകിലുണ്ടെങ്കിൽ ആ വ്യക്തി ഇങ്ങനെ ചെയ്തോളൂ. ഇപ്പോൾ ഒരു വ്യക്തി ഉടുത്ത തുണിയുടെ ഒരു നൂല് പൊട്ടിച്ച്, ഇപ്പോൾ വടക്കനായിലുണ്ട് അങ്ങനെ പുതു തുണിയുടെ നൂല് പൊട്ടിച്ച് വെക്കൽ. അപ്പോൾ അതിങ്ങനെ വെക്കുന്ന ഒരാൾ കണ്ടു കഴിഞ്ഞാൽ പുറകിലുള്ള എനിക്കിതൊന്നും അറിയില്ല എന്താണെന്ന്. ആ ചെയ്ത ആൾക്ക് അതിനെക്കുറിച്ച് അറിവുണ്ടായിരിക്കാം. അപ്പം ഞാനും ഇതുപോലെ നൂല് പൊട്ടിച്ച് ഇങ്ങനെ വെക്കുകയാണ്. അതിന് വിശ്വാസം. ഒരാൾ ചെയ്യുന്നു, ഞാനും ചെയ്യുന്നു, എന്താണെന്ന് അറിയില്ല. അതുപോലെ ശിവൻ്റെ ക്ഷേത്രങ്ങളിലൊക്കെ നന്ദി ഉണ്ടാവും. ഈ നന്ദിയുടെ ഒരു കാത് പൊത്തിയിട്ട് ഒരു കാതിൽ കൂടെ നമ്മുടെ കാര്യങ്ങൾ പറയും. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് ആ കാര്യം നടത്തി തരുമെന്നാണ് വിശ്വാസം. ഒരു കാത് പൊത്തുന്നത് നന്ദി ഇതിലെ കേട്ട് ഇതിലെ വിടുമെന്നുള്ള ഒരു വിശ്വാസം കൊണ്ടാണ് ഇങ്ങനെ പൊത്തിയിട്ട് ഇങ്ങനെ പറയുന്നത് കാര്യങ്ങൾ. അപ്പോൾ അതൊരു വിശ്വാസമാണ്. അപ്പോൾ വിശ്വാസം ഒന്ന്, ആചാരം മറ്റൊന്നാണ്. ഇത് രണ്ടും കൂടി കലരുമ്പോഴാണ് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ മാത്രം ആ ബെല്ല് ബട്ടനും ചുവന്ന ബട്ടനും നിങ്ങൾ അമർത്തിയിട്ടില്ലെങ്കിൽ ഒന്ന് അമർത്തിയിട്ട് എൻ്റെ വീഡിയോകൾ കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വരാം. അതുവരെ എല്ലാവരും സന്തോഷമായിരിക്കും.